ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ സെഷനിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈൻ ആയിരുന്നു. ഒരു ലൈനിൻ്റെ ഡയറക്ഷൻ തീരുമാനിക്കുന്നതിനുള്ള 3 നമ്പേഴ്സാണ് യഥാർത്ഥത്തിൽ ഡയറക്ഷൻ കൊസൈൻസ്. അവ സൂചിപ്പിക്കുന്ന ലെറ്റേഴ്സ് എൽ, എം, എൻ എന്നിങ്ങനെയായിരുന്നു. എൽ ഇസിക്കൽ ടു കോസ് ആൽഫ, എം ഇസിക്കൽ ടു കോസ് ബീറ്റ ആൻഡ് എൻ ഇസിക്കൽ ടു കോസ് ഗാമ. അവ കണക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിലേഷൻ ആയിരുന്നു എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഇസിക്കൽ ടു 1. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള 3 നമ്പേഴ്സിനെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയാൻ വയ്യ. അവരുടെ സ്ക്വയർ കണ്ടിട്ട് പ്ലസ് ചെയ്താൽ ആൻസർ ഫുൾ ടൈം 1 ആയിരിക്കണം. മാത്രമല്ല കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ എല്ലാം കോസ് ഓഫ് ദി ആംഗിൾ അല്ലേ. അതുകൊണ്ട് എല്ലാ നമ്പേഴ്സും ബിറ്റ്വീൻ -1 ആൻഡ് +1 ആയിരിക്കും. അതായത് എൽ ഈസ് എ വാല്യൂ ബിറ്റ്വീൻ -1 ആൻഡ് +1, എം ഈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1, എൻ ഈസ് ഓൾസോ ബിറ്റ്വീൻ -1 ആൻഡ് +1. കാരണം കോസ് അല്ലേ, കോസിൻ്റെ വാല്യൂ നമുക്കറിയാം എപ്പോഴും -1നും +1നും ഇടയിലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഡയറക്ഷൻ കൊസൈൻസുമായി ഏറ്റവും ക്ലോസ്ലി റിലേറ്റഡ് ആയ മറ്റു ചില നമ്പേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. നോക്കൂ, നിങ്ങൾ സ്ക്രീനിലേക്ക് നിങ്ങൾക്ക് 3 നമ്പേഴ്സ് ഇവിടെ കാണാം. ഇത് ഒരു ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈൻ ആണ്. അപ്പോൾ ഡയറക്ഷൻ കൊസൈൻസ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡയറക്ഷൻ കൊസൈൻസ് 3 നമ്പേഴ്സ് കോമ ഇട്ടിട്ടാണ് എഴുതേണ്ടത്. ഒരിക്കലും ബ്രാക്കറ്റ് കൊടുക്കാൻ പാടില്ല. ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് 3Dയിലെ ഒരു സ്പേസിലെ ഒരു പോയിന്റ് ആയിട്ട് മാറും. ഒരു പോയിന്റിൻ്റെ ഓർഡേർഡ് ട്രിപ്പിൾസ് അല്ലേ, പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് ആയിട്ട് അത് കൺവേർട്ട് ആയി പോകും. അതുകൊണ്ട് നിങ്ങൾ ഡയറക്ഷൻ കൊസൈൻസ് എഴുതുമ്പോൾ 3 നമ്പേഴ്സ് ഇങ്ങനെ കോമ ഇട്ടിട്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ബ്രാക്കറ്റ് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത് ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈനാണ്. നിങ്ങൾ കാണുന്നത് 2/3, 1/3, 2/3. ഇനി ഇത് ഡയറക്ഷൻ കൊസൈൻസ് ആണോ എന്ന് ഉറപ്പ് വരുത്താൻ മറ്റൊരു മാർഗം കൂടെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് സ്ക്വയർ ചെയ്തിട്ട് പ്ലസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തേതിൻ്റെ സ്ക്വയർ എന്താണെന്ന് നോക്കൂ. 2/3യുടെ സ്ക്വയർ, യെസ് 4/9. 1/3യുടെ സ്ക്വയർ, അഗെയിൻ 1/9. ലാസ്റ്റ് 2/3യുടെ സ്ക്വയർ 1/9 അല്ലേ, 4/9. ഇത് 3 കൂടെ പ്ലസ് ചെയ്താൽ നോക്കൂ, 4/9 + 1/9 + 4/9 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 + 1 5, 5 + 4 9, 9/9 = 1 എന്ന ആൻസർ കിട്ടും അല്ലേ. അതുകൊണ്ട് ഈ 3 നമ്പേഴ്സും ഏതോ ഒരു ലൈനിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് ആണ്. ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ തീരുമാനിക്കുന്നതിനുള്ള 3 നമ്പേഴ്സാണ് ഡയറക്ഷൻ കൊസൈൻസ്. ഇനി ഞാൻ മറ്റ് 3 നമ്പേഴ്സ് ഇതുമായി കണക്ട് ചെയ്തിട്ട് വേറെ 3 നമ്പേഴ്സ് ഞാൻ എഴുതുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, 2, 1, 2 എന്ന് എഴുതി എന്ന് വിചാരിച്ചോളൂ. എന്താണ് ഈ നമ്പറും ആദ്യം ഞാൻ എഴുതിയ ഡയറക്ഷൻ കൊസൈൻസ് ആവുന്ന നമ്പറും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ നോക്കിയേ. എന്തെങ്കിലും കണ്ടോ നിങ്ങൾ? ഈ 3 നമ്പറിനെയും ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഈ നമ്പർ കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഡിനോമിനേറ്റർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, 3 കൊണ്ട് മൊത്തം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി മറ്റൊരാൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം 6 കൊണ്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? എല്ലാ നമ്പേഴ്സിനെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് ആൻസർ കിട്ടും? 4, 2, 4 എന്ന ആൻസർ കിട്ടും. മറ്റൊരാൾ വേറൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചോളൂ. 12 കൊണ്ടോ 9 കൊണ്ടൊക്കെ നമുക്ക് ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ അയാൾക്ക് 8, 4, 8 എന്ന ആൻസർ കിട്ടും. ഈ 3 നമ്പേഴ്സും ഈ റെഡ് കളറിൽ നിങ്ങൾ കാണുന്ന ഈ 3 നമ്പേഴ്സിൻ്റെയും പ്രത്യേകത അത് ഈ എൽ, എം, എൻ എന്ന് പറയുന്ന ഡയറക്ഷൻ കൊസൈൻസിന് പ്രൊപ്പോർഷണലായിട്ട് വരുന്ന 3 നമ്പേഴ്സാണ് അല്ലേ. 212ന് പ്രൊപ്പോർഷണൽ അല്ലേ 424 നോക്കൂ അല്ലേ. 424ന് പ്രൊപ്പോർഷണൽ അല്ലേ 848. ഇങ്ങനെ പ്രൊപ്പോർഷണലായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിന് പറയുന്ന പേരാണ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദി ഗിവൺ ലൈൻ. അപ്പോൾ ഇവിടെ നോക്കൂ, ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈനാണ് നിങ്ങൾ കാണുന്നത്. 2/3, 1/3, 2/3. അതിന് പ്രൊപ്പോർഷണലായിട്ട് വരുന്ന 3 നമ്പേഴ്സ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 3 സെറ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. 212 എന്നുള്ള ഫസ്റ്റ് ഗ്രൂപ്പ്, 424 സെക്കൻഡ് സെറ്റാണ്, 848. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഡയറക്ഷൻ റേഷ്യോസ് എഴുതാൻ പറ്റും. മറ്റൊരാൾക്ക് -2, -1, -2 എന്ന് എഴുതാൻ പറ്റും. അതും ഡയറക്ഷൻ റേഷ്യോസ് ആണ്. ഈ ഇങ്ങനെ പ്രൊപ്പോർഷണലായിട്ട് വരുന്ന നമ്പേഴ്സിന് പറയുന്ന പേരാണ് ഡയറക്ഷൻ റേഷ്യോസ്. ഡയറക്ഷൻ കൊസൈൻസിന് പ്രൊപ്പോർഷണലായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സിന് പറയുന്ന പേരാണ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദി ഗിവൺ ലൈൻ. ഓക്കെ, അപ്പോൾ ഒരു ലൈനെ സംബന്ധിച്ചിടത്തോളം ഡയറക്ഷൻ കൊസൈൻസ് യുണീക്ക് ആയിരിക്കും. ഡയറക്ഷൻ കൊസൈൻസ് ഒരേ ഒരു നമ്പേഴ്സ് നമ്മൾ പറയുള്ളൂ, ഒരേ ഒരു സെറ്റ്. അതേസമയം ഡയറക്ഷൻ റേഷ്യോസ് നമുക്ക് ഒന്നിലധികം വേണമെങ്കിൽ ഡയറക്ഷൻ റേഷ്യോസ് നമുക്ക് പറയാൻ പറ്റും. പ്രൊപ്പോർഷണലായിട്ട് ഒരാൾക്ക് എഴുതാൻ എത്രയും നമ്പേഴ്സ് നമുക്ക് അങ്ങനെ അസൈൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഡയറക്ഷൻ റേഷ്യോസ്? അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ മുതലാണ് എഴുതിയെടുക്കേണ്ടത്. നോട്ട്ബുക്കിലേക്ക് ആദ്യം ഹെഡിങ് എഴുതണം, ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ലൈൻ. ഓക്കെ, L, M, N are direction cosines. Then
three numbers A, B, C which are proportional to direction cosines are called direction ratios. ഇപ്പോൾ direction ratios എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 നമ്പേഴ്സ് ആണ്. 3 നമ്പേഴ്സിന് പേര് കൊടുത്തിരിക്കുന്നത് എ ബി സി എന്നാണ്. ഈ എ ബി സിയുടെ പ്രത്യേകത അത് എൽ എം എന്നിന് പ്രൊപ്പോർഷണലാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് ഈസ് വാട്ട്? 3 നമ്പേഴ്സ് എ ബി സി പ്രൊപ്പോർഷണൽ ടു ദി ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞാൽ എൽ പ്രൊപ്പോർഷണൽ ടു ആയിരിക്കും, എൽ ഈസ് പ്രൊപ്പോർഷണൽ ടു എ ആയിരിക്കും, എം ഈസ് പ്രൊപ്പോർഷണൽ ടു ബി ആയിരിക്കും, എൻ ഈസ് പ്രൊപ്പോർഷണൽ ടു സി ആയിരിക്കും. ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ നമ്പറാണ്. ആർക്ക് പ്രൊപ്പോർഷണലാണ്? ഡയറക്ഷൻ കൊസൈൻസിന് പ്രൊപ്പോർഷണലാണ്. ഇനി നമ്മൾ ഈ പ്രൊപ്പോർഷൻ ഒഴിവാക്കിയാൽ എന്ത് സംഭവിക്കും? പ്രൊപ്പോർഷൻ ഒഴിവാക്കുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വരും അല്ലേ? എൽ ഇസിക്കൽ ടു കെ എ, എം ഇസിക്കൽ ടു കെ ബി, എൻ ഇസിക്കൽ ടു കെ സി. ഇതിന് പ്രൊപ്പോർഷനാലിറ്റി കോൺസ്റ്റൻറ്റ് എന്നാണ് സാധാരണ പറയാറുള്ളത്. പ്രൊപ്പോർഷൻ ഒഴിവാക്കുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് കടന്നു വരും. ഈ കോൺസ്റ്റൻറ്റ് നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കുക. നമുക്കറിയാം എൽ എം എൻ കണക്ട് ചെയ്യുന്ന റിലേഷനാണ് എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഇസിക്കൽ ടു 1. ഇതിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക് കേട്ടോ. എന്താ എൽ സ്ക്വയർ? യെസ്, കെ സ്ക്വയർ എ സ്ക്വയർ അല്ലേ? കെ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ സി സ്ക്വയർ ഇസിക്കൽ ടു 1. ശരിയല്ലേ? ഇതാ എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഇസിക്കൽ ടു 1. കെ സ്ക്വയർ നമ്മൾ കോമൺ ഫാക്ടർ എടുത്തു. ഇപ്പോൾ കെ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇസിക്കൽ ടു 1. Therefore what is k square? K square is equal to 1 divided by a square plus b square plus c square. So what is k? K is equal to plus or minus 1 by root of a square plus b square plus c square. ഇനി നമ്മൾ ഈ കെയുടെ വാല്യൂ കൊണ്ടുപോയിട്ട് ഇവിടെ കൊടുക്കുകയാണ്. എൽ ഇസിക്കൽ ടു കെ എ, കെ ഒഴിവാക്കുകയാണ് കേട്ടോ. കെനെ നമ്മൾ ഒഴിവാക്കിയിട്ട് അതിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്. കെനെ എലിമിനേറ്റ് ചെയ്യാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? നമുക്ക് എൽ കിട്ടി, എം കിട്ടി, എൻ കിട്ടി, കെയും കിട്ടി. കെയുടെ വാല്യൂ ഇവിടെ റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ എൽ ഇസിക്കൽ ടു എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. എം ഇസിക്കൽ ടു ഇവിടെ കെൻ്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് ബി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ആൻഡ് എൻ ഇസിക്കൽ ടു പ്ലസ് ഓർ മൈനസ് സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇതാണ് എൽ എം എൻ കാണാനുള്ള ഫോർമുല യൂസിങ് എ ബി സി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ആവുന്ന എ ബി സി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഡയറക്ഷൻ കൊസൈൻസ് കണ്ടെത്താനുള്ള ഫോർമുലയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇഫ് എ ബി സി ആർ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ലൈൻ, മാറിപ്പോകരുത്. എ ബി സി ആർ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ലൈൻ, ദെൻ ഡയറക്ഷൻ കൊസൈൻസ് ആർ ഗിവൺ ബൈ L is equal to a by root of a square plus b square plus c square, and m is equal to plus or minus b by root of a square plus b square plus c square, and n is equal to plus or minus c by root of a square plus b square plus c square. ഓക്കെ, അപ്പം ഡയറക്ഷൻ കൊസൈൻസ് എഴുതുമ്പോൾ മിക്കവാറും അതിന് ഡിനോമിനേറ്റർ ഉണ്ടാവും. കാരണം ലെസ് ദാൻ 1 ആയ നമ്പറേ വരാറുള്ളൂ അല്ലേ? ഡയറക്ഷൻ റേഷ്യോസ് എഴുതുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇൻഡിജേഴ്സ് മാത്രമേ വരാറുള്ളൂ. അതിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഡയറക്ഷൻ റേഷ്യോസ് എഴുതാറുള്ളത്. കാരണം നമുക്ക് അതാണ് കൈകാര്യം ചെയ്യാൻ ഈസി. ഓക്കെ, ഇനി നമുക്ക് ഈ നോട്ട്സ് ഒന്ന് എഴുതി വെക്കുക. ഇതുവരെയുള്ള 2 സ്ക്രീൻസ് നിങ്ങൾ എഴുതി വെക്കണം. നോട്ട്സ് വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടാണ് കേട്ടോ. ഇഫ് എ പ്ലസ് ബി ജെ പ്ലസ് സി കെ ഇസ് എനി വെക്റ്റർ. നമുക്കറിയാം, നമ്മൾ വെക്റ്റർ ഓൾജിബ്രയിൽ പഠിച്ചു. എ പ്ലസ് ബി ജെ പ്ലസ് സി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി സി എന്ന് പറയുന്ന ഒരു പോയിന്റിൻ്റെ പൊസിഷൻ തീരുമാനിക്കുന്ന പൊസിഷൻ വെക്ടറാണ് നമ്മൾ എ പ്ലസ് ബി ജെ പ്ലസ് സി കെ എന്ന് പേര് കൊടുത്തത് അല്ലേ? പൊസിഷൻ തീരുമാനിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ എ പ്ലസ് ബി ജെ പ്ലസ് സി കെ എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷൻസ് കൂടെ തീരുമാനിക്കുന്ന 3 നമ്പറാണ് യഥാർത്ഥത്തിൽ എ ബി സി. അതുകൊണ്ട് ഈ വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന എ ബി സി. അപ്പോൾ നമ്മൾ ആ വെക്ടറുമായി ഇതിനെ കണക്ഷൻ നടത്തുകയാണ്, കണക്ട് ചെയ്യുകയാണ്. ഇഫ് എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ ഇസ് എനി വെക്ടർ, ദെൻ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദി വെക്ടർ ഈസ് ഗിവൺ ബൈ എ ബി സി. ഈ വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് എ ബി സി. ആ വെക്ടറിന് പാരലായിട്ട് വരുന്ന ലൈനിൻ്റെ ഡയറക്ഷനും ഇപ്പോൾ എന്തായിരിക്കും? എ ബി സി ആയിരിക്കും. വെക്ടറിൻ്റെ ഡയറക്ഷനിൽ ഒരു ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ലൈനിൻ്റെ ഡയറക്ഷനും എന്തായിരിക്കും? എ ബി സി ആയിരിക്കും. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഈ പരിചയമുള്ള വെക്ടറാണ് 2i പ്ലസ് 3j പ്ലസ് 4k എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വരുന്ന ഈ സ്കെലാർ കമ്പോണൻസ് എ ബി സി പറയുന്ന പേരാണ് യഥാർത്ഥത്തിൽ ഡയറക്ഷൻ റേഷ്യോസ്. അപ്പോൾ അന്ന് നമ്മൾ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പേര് കൊടുത്തിട്ടില്ല എന്ന് മാത്രം. യഥാർത്ഥത്തിൽ അത് ഡയറക്ഷൻ റേഷ്യോസ് ആയിരുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് നോക്കും. നമ്മൾ 2 വെക്ടേഴ്സ് നമ്മളെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചോളൂ, വെക്ടർ എ വെക്ടർ ബി. ഈ 2 വെക്ടേഴ്സും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ നോക്കൂ നിങ്ങൾ. യെസ്, ഇതിൻ്റെ ഡയറക്ഷൻസ് 1 2 3യും ഇതിൻ്റെ ഡയറക്ഷൻസ് 2 4 6ഉമാണ്. ഈ 2 നമ്പേഴ്സ് നോക്കും നിങ്ങൾ. A1 by A2, B1 by B2, C1 by C2 പ്രൊപ്പോർഷണൽ ആയിട്ടല്ലേ വരുന്നത്. ഈ 2 ഡയറക്ഷൻസും ഡയറക്ഷൻ റേഷ്യോസ് ആണ്. നമുക്ക് പുതിയ പേരിൽ നമുക്ക് ഡയറക്ഷൻ റേഷ്യോസ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 2 വെക്ടേഴ്സിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ഇങ്ങനെ പ്രൊപ്പോർഷണലായിട്ട് വന്നു കഴിഞ്ഞാൽ ആ വെക്ടേഴ്സ് എന്തായിരിക്കും? പാരലലായിരിക്കും. അപ്പോൾ 2 വെക്ടേഴ്സ് പാരലൽ എന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡയറക്ഷൻ റേഷ്യോസ് പ്രൊപ്പോർഷണൽ എന്ന് തെളിയിച്ചു കൊടുത്താൽ മതി.
Okay, if two lines are parallel, then the direction ratios are proportional. If two lines are parallel, direction ratios are proportional. ഇവിടെ direction ratios of first vector 1 2 3 ആണ്, direction ratios of second vector 2 4 6 ആണ്. ഇത് രണ്ടും പ്രൊപ്പോർഷണൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ രണ്ട് വെക്ടേഴ്സും പാരലൽ വെക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് റിസൾട്ടുകൾ പഠിച്ചു വെക്കുക. ഒരു വെക്ടർ തന്നു കഴിഞ്ഞാൽ അതിലുള്ള നമ്പേഴ്സാണ് എ കോമ ബി കോമ സി, അതിന് പറയുന്ന പേരാണ് ഡയറക്ഷൻ റേഷ്യോസ്. ഈ ഡയറക്ഷൻ റേഷ്യോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഡയറക്ഷൻ കൊസൈൻസും കണ്ടെത്താൻ സാധിക്കും. ഈ ലൈനിൽ വരുന്ന ഈ വെക്ടറിൻ്റെ ഡയറക്ഷനിൽ വരുന്ന ലൈനിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടെത്താൻ പറ്റും. അതിനാണ് നമ്മൾ നേരത്തെ ഫോർമുല പഠിച്ചു വെച്ചത്, എല്ലും എമ്മും എന്നും എ ബി സിയും കണക്ട് ചെയ്യുന്ന റിലേഷൻ. ഓക്കെ, ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. അതാണ് അടുത്ത പോയിന്റ്, ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ലൈൻ പാസിംഗ് ത്രൂ 2 points എ ആൻഡ് ബി. ഓക്കെ, നിങ്ങൾ വൃത്തിയായിട്ട് എഴുതി വെക്കണേ. കൺസിഡർ 2 points എ x1 y1 z1 ബി x2 y2 z2. 2 പോയിന്റ് തന്നു കഴിഞ്ഞാൽ അതിലൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എങ്ങനെ കിട്ടും എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ 2 പോയിന്റ് എടുത്തു, എ x1 y1 z1 ബി x2 y2 z2. 2 പോയിന്റ് എടുത്തു. ഇത് y ആക്സിസായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ബീറ്റ, z ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ഗാമ. ഓക്കെ, എക്സ് ആക്സായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ആൽഫ. ആൽഫ ഇവിടെ മാർക്ക് ചെയ്യാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് മാർക്ക് ചെയ്യാത്തത്. ഇനി ഈ ട്രയാങ്കിളിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതാണ് സി എന്ന് പറയുന്ന പോയിന്റ്. എ സി എന്ന് പറയുന്ന y ഡിസ്റ്റൻസ് ആണ് യഥാർത്ഥത്തിൽ, ഇത് y ആക്സിസ് ആണ്. അപ്പോൾ എ സി എന്താണ്? y2 മൈനസ് y1 ആണ്. y2 മൈനസ് y1 എ സി. വാട്ട് ഈസ് ബി സി? എസ് z2 മൈനസ് z1 ആണ്. ഇതൊക്കെ മുമ്പ് പഠിച്ചതാണ് നമ്മൾ, z2 മൈനസ് z1. വാട്ട് ഈസ് എ ബി? എ ബി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യാം നമുക്ക്. റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് നമുക്ക് അറിയുന്നതാണ്. വാട്ട് ഈസ് കോസ് ബീറ്റ ഇൻ ദി ഫിഗർ? ഇൻ ദി ട്രയാങ്കിൾ എ ബി സി വാട്ട് ഈസ് കോസ് ബീറ്റ? നമുക്ക് LMN ആണ് കാണേണ്ടത്. കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കോസ് ആൽഫ കാണാൻ ഇവിടെ മാർഗ്ഗമില്ല ചിത്രത്തിൽ. നമുക്ക് കോസ് ബീറ്റ കോസ് ഗാമ കിട്ടിക്കഴിഞ്ഞാൽ കോസ് ആൽഫയും കിട്ടും. കോസ് ബീറ്റ എന്താ നോക്കൂ, എ സി ബൈ എ ബി അല്ലേ? എ സി ബൈ എ ബി. ക്ലിയർ? എ സി ബൈ എ ബി. വാട്ട് ഈസ് എ സി? യെസ്, y2 മൈനസ് y1 ബൈ എ ബി. വാട്ട് ഈസ് കോസ് ഗാമ? ഇത് ഗാമയാണെങ്കിൽ ഇതും ഗാമയാണ് അല്ലേ? സോ വാട്ട് ഈസ് കോസ് ഗാമ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പർന്യൂസ്, ബി സി ബൈ എ ബി. വാട്ട് ഈസ് ബി സി? z2 മൈനസ് z1 അല്ലേ? അപ്പോൾ z2 മൈനസ് z1 ബൈ എ ബി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് കോസ് ആൽഫ? കോസ് ആൽഫ എന്ത് വരും? ഇത് y ഡിഫറൻസ് ആണ്, ഇത് z ഡിഫറൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് ആൽഫ എന്തായിരിക്കും? എക്സ് ഡിഫറൻസ് ആയിരിക്കും, x2 മൈനസ് x1 ബൈ എ ബി. അതുകൊണ്ട് നമുക്ക് ഈ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ബി എന്ത് എഴുതാം? ഈ ലൈനിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞാൽ ഇതാ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമയല്ലേ? അപ്പോൾ ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? x2 മൈനസ് x1 ബൈ എ ബി, y2 മൈനസ് y1 ബൈ എ ബി ആൻഡ് z2 മൈനസ് z1 ബൈ എ ബി. ഇപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലേ? ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ഇതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്ന 3 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഡിനോമിനേറ്റർ ഒഴിവാക്കാമെന്ന് വിചാരിച്ചോളൂ. എല്ലാവരെയും എ ബി കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡയറക്ഷൻ റേഷ്യോസ് കിട്ടും. x2 മൈനസ് x1, y2 മൈനസ് y1 ആൻഡ് z2 മൈനസ് z1. ഇതാ ഡയറക്ഷൻ കോസൈൻസിന് നമ്മൾ ഈ പ്രൊപ്പോർഷണലായിട്ട് സൗകര്യമുള്ള 3 നമ്പർ എഴുതി കൊടുക്കും. അതിന് പറയുന്ന പേരാണ് ഡയറക്ഷൻ റേഷ്യോസ്. രണ്ടും സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നെയാണ്. പക്ഷേ ഡയറക്ഷൻ കൊസൈൻസ് എഴുതുമ്പോൾ മിക്കവാറും നമ്മൾ ഇങ്ങനെ ഡിനോമിനേറ്റർ വരാൻ സാധ്യതയുണ്ട്. ഡയറക്ഷൻ റേഷ്യോസ് എഴുതുമ്പോൾ നമ്മൾ സാധാരണ ഇൻഡിജേഴ്സ് മാത്രമേ എഴുതാറുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ സംസാരിച്ചത്? ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ലൈൻ ജോയിനിങ് 2 points. ഇനി ഞാൻ വെക്ടറിൻ്റെ ഭാഷയിലേക്ക് ഇതിനെ മാറ്റി പറയാൻ ശ്രമിച്ചാൽ നോക്കൂ നിങ്ങൾ, ഞാൻ രണ്ടാമത്തെ രൂപത്തിൽ ഇതിനെ സംസാരിക്കുകയാണ്. വെക്ടർ സപ്പോസ് എ ഈസ് x1 y1 z1, ബി ഈസ് ദ പോയിന്റ് x2 y2 z2. നമുക്കറിയാം ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് വെക്ടർ എന്ന് പറഞ്ഞാൽ എ ബി സി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ വെക്ടർ ഓൾജിബ്രയിൽ പഠിച്ചിട്ടുണ്ട്, വെക്ടർ ജോയിനിങ് 2 points. 2 പോയിന്റ് തന്നു കഴിഞ്ഞാൽ വെക്ടർ എ ബി നമ്മൾ പഠിച്ചു അല്ലേ? പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ എന്നല്ലേ പഠിച്ചത്? അപ്പോൾ എന്തായിരിക്കും ഇവിടെ വെക്ടർ എ ബി എന്ന് പറഞ്ഞാൽ? യെസ്, x2 മൈനസ് x1 ഇൻറ്റു ഐ. അങ്ങനെയല്ലേ പഠിച്ചത്? x2 മൈനസ് x1 ഇൻറ്റു ഐ പ്ലസ് y2 മൈനസ് y1 ഇൻറ്റു ജെ പ്ലസ് z2 മൈനസ് z1 ഇൻറ്റു കെ. ഇതാണ് വെക്ടർ എ ബി. ഒന്ന് ഓർത്ത് നോക്കൂ നിങ്ങൾ, x2 മൈനസ് x1 ഇൻറ്റു ഐ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ? വെക്ടർ ഓൾജിബ്ര എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ചു ഇങ്ങനെ ഒരു വെക്ടർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള ഈ നമ്പേഴ്സ് സ്കെലാർ കമ്പോണൻസ് ആണ് യഥാർത്ഥത്തിൽ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ. അതായത് എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ എന്താ? എ ബി സി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്താ? യെസ്, x2 മൈനസ് x1, y2 മൈനസ് y1, z2 മൈനസ് z1. ഈ 3 നമ്പേഴ്സിന് പറയുന്ന പേരാണ് ഡയറക്ഷൻ റേഷ്യോസ്. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോസും 3 നമ്പറാണ്. ഒരിക്കലും ബ്രാക്കറ്റ് എഴുതാൻ പാടില്ല. ഇങ്ങനെ കോമ ഇട്ടിട്ട് എഴുതേണ്ട 3 നമ്പേഴ്സിന് പറയുന്ന പേരാണ് എ ബി സി എന്നാണ് സാധാരണ അതിനെ സൂചിപ്പിക്കാറുള്ളത്. എ ബി സി.
ഡയറക്ഷൻ കൊസൈൻസ് ആകുമ്പോൾ അതിന് നമ്മൾ LMN എന്നാണ് സൂചിപ്പിക്കുക. അതെല്ലാം സ്റ്റാൻഡേർഡ് ലെറ്റേഴ്സാണ്. ഈ ABC കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? ഡയറക്ഷൻ കൊസൈൻസ് എഴുതാം. ഡയറക്ഷൻ കൊസൈൻസ് കാണാനുള്ള ഫോർമുല അതാണ് ഏറ്റവും ഫേമസ് ഫോർമുല. ഏതാണ്? A/√A² + B² + C², B/√, അല്ലേ, C/√, A² + B² + C². ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഡയറക്ഷൻ കൊസൈൻസും കിട്ടും. അപ്പോൾ ഒരു വെക്റ്റർ തന്നു കഴിഞ്ഞാൽ, ഒരു വെക്റ്റർ ഇങ്ങനെ കമ്പോണൻറ്റ് ഫോമിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുക ഡയറക്ഷൻ റേഷ്യോസ് ആണ്. ഡയറക്ഷൻ റേഷ്യോസിന് ABC എന്ന് പേര് കൊടുക്കും. ഡയറക്ഷൻ റേഷ്യോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡയറക്ഷൻ കൊസൈൻസ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടെത്തുന്നത്. ഇവിടെ ആണെങ്കിൽ +or- ഇട്ടാലും കറക്റ്റാണ്. നമ്മൾ സാധാരണ പ്ലസ് മാത്രം എഴുതിയാലും കറക്റ്റാണ്, +or- എഴുതിയാലും ശരിയാണ്. അപ്പം കുറച്ചുകൂടി ബെസ്റ്റ് ആൻസർ +or- തന്നെയാണെങ്കിലും നിങ്ങളിങ്ങനെ ഡയറക്ഷൻ കൊസൈൻസ് ചോദിച്ചാൽ പ്ലസ് മാത്രം എഴുതിയാലും ആൻസർ കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സംസാരിച്ച പോയിന്റ്സ് ഇതാണ്. ലാസ്റ്റ് സംസാരിച്ചത് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 2 points AX1 Y1 Z1 BX2 Y2 Z2 is given by X2 - X1 Y2 - Y1 Z2 - Z1. അതിൻ്റെ പ്രൂഫാണ് ഞാനിവിടെ സംസാരിച്ചത്. നിങ്ങൾ പ്രൂഫ് പഠിച്ചിട്ടില്ലെങ്കിലും നിർബന്ധമായിട്ടും ഈ റിസൾട്ട് നിങ്ങൾ കാണാതെ പഠിക്കണം. 2 പോയിന്റ് തന്നു കഴിഞ്ഞാൽ, ഇത് രണ്ടും പോയിന്റ്സ് ആണ്, അതുകൊണ്ടാണ് ഇത് ബ്രാക്കറ്റ്. ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ്, ഡയറക്ഷൻ ഓഫ് ദി ലൈൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ പറയണം? X2 - X1 Y2 - Y1 Z2 - Z1 എന്ന ആൻസർ പറയണം. ഇതിന് ബ്രാക്കറ്റ് കൊടുക്കാൻ പാടില്ല, കാരണം ഇത് ഡയറക്ഷൻ റേഷ്യോസ് ആണ്. ഇനി വേറെ ഒരാളെ തിരിച്ചെഴുതിയാലും കറക്റ്റാണ്. ഇതിനൊക്കെ തിരിച്ചെഴുതി X1 - X2 Y1 - Y2 Z1 ഈ ഒന്ന് തിരിച്ചെഴുതുമ്പം 3 നമ്പേഴ്സ് നിങ്ങൾ തിരിച്ചെഴുതണം. ഓക്കെ, ഈ 3 എക്സ്പ്രഷൻസ് നിങ്ങൾ തിരിച്ചെഴുതിയാലും ഡയറക്ഷൻ റേഷ്യോസ് കറക്റ്റാണ്. കാരണം ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ നമ്പേഴ്സ് ആയതുകൊണ്ട് അതും കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ആകെ ഈ 2 ക്ലാസ്സിലും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഒന്ന് നോക്കാം. 2 ക്ലാസ്സിലും കൂടെ നമ്മൾ സംസാരിച്ചത്, ആദ്യം സംസാരിച്ചത് ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈൻ, അതിന് LMN എന്നാണ് പേര് കൊടുക്കുക. കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ. LMN കണക്ട് ചെയ്യുന്ന റിലേഷൻ L² + N² + N² = 1 എന്നാണ്. പിന്നീട് നമ്മൾ ഇന്ന് പറഞ്ഞത് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ലൈൻ, അതിന് പറയുന്ന പേര് ABC എന്നാണ്, പ്രൊപ്പോർഷണൽ നമ്പേഴ്സ് ആണ്, അല്ലേ. ഇനി ഡയറക്ഷൻ റേഷ്യോസ് ABCയും LMNും കണക്ട് ചെയ്യുന്ന റിലേഷൻ L = +or- A/√A² + B² + C², M = +or- B/√A² + B² + C² ആൻഡ് N = +or- C/√A² + B² + C². അവസാനമായി നമ്മൾ പറഞ്ഞത്, ഒരു വെക്റ്റർ തന്നു കഴിഞ്ഞാൽ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദിസ് വെക്റ്റർ ഈസ് ഗിവൺ ബൈ AI + BJ + CK is given by ABC. ഈ 3 നമ്പേഴ്സിന് പറയുന്ന പേരാണ് ഡയറക്ഷൻ റേഷ്യോസ്. ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞാൽ ഒരു 3 നമ്പേഴ്സാണ്, 3 നമ്പേഴ്സിൻ്റെ ഒരു സെറ്റാണ്. ഓക്കെ, ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാലും അനദർ സെറ്റ് ഓഫ് 3 നമ്പേഴ്സാണ്. രണ്ടും വ്യത്യാസമുണ്ട്. LMN എന്ന് പറഞ്ഞാൽ സാധാരണ L² + M² + N² 1 ആവുന്ന തരത്തിലുള്ള നമ്പേഴ്സാണ്. ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രൊപ്പോർഷണലായിട്ട് നിങ്ങൾക്ക് ഏത് നമ്പേഴ്സും എഴുതാവുന്നതാണ്. അതിൻ്റെ ഏറ്റവും ലീസ്റ്റ് ഫോമാണ് നമ്മൾ സാധാരണ പരിഗണിക്കാറുള്ളത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻസ് ഓൺ ഡയറക്ഷൻ കൊസൈൻസ് ആൻഡ് ഡയറക്ഷൻ റേഷ്യോസ്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, വൃത്തിയായിട്ട് നോട്ട്സുകൾ എഴുതിയെടുക്കുക, നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ 2 ക്ലാസ്സിലുമായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. ബാക്കി പ്രോബ്ലംസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു 1 and all.